நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ 5-ാം അധ്യായത്തിലെ വെഷ്ടിബോധ ഒഴിവിനെ കുറിച്ചിട്ടാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കാം. കർമ്മിയായി കിടന്നോരെന്നുള്ളിൽ കടന്നു നീയും നിർമായം പ്രത്യക്ഷപ്പെട്ട് അഭയം തന്നിട്ടും ഞാൻ കർമ്മം വിട്ടൊഴിച്ചില്ല. കാരിരുമ്പുള്ളത്തോടെ സമ്മതനായി നാഥ, നിന്നെ ഞാൻ സ്തുതിച്ചില്ല. ആനന്ദിച്ചില്ല, നൃത്തം ചെയ്തില്ല, പതറിയില്ല, വാടിപ്പോയില്ല ജീവൻ, നന്ദിയും തോന്നിയില്ലല്ലോ. ന്യായമോ നാഥ, ഞാൻ കല്ലൊത്തിരുന്നുവെന്നാൽ അയ്യോ, ഭയം വരുന്നൻ മേൽഗതി എന്തായിത്തീരും. മേൽഗതി എന്തായിത്തീരുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എൻ്റെ ഭാവിയെക്കുറിച്ചോർത്ത് ഞാൻ ഭയപ്പെടുകയാണ്. ഇനി വരാനിരിക്കുന്ന ഗതി എന്താണെന്നോർത്ത് ഞാൻ ഭയപ്പെടുകയാണ്. എന്താണ് കാരണം? കർമ്മിയായി കിടന്നോരെന്നുള്ളിൽ കടന്നു നീയും. ഞാൻ ഇതേവരെ കർമ്മത്തിൽ മുഴുകി, കർമ്മത്തിൽ ആസക്തനായി അതിൽ മുഴുകി കഴിയുകയായിരുന്നു. അപ്പോഴാണല്ലയോ ഭഗവാൻ അങ്ങ് എൻ്റെ ഹൃദയത്തിനുള്ളിൽ കടന്ന് നീയും നിർമായം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ കർമാസക്തിയിൽ മുങ്ങിക്കിടക്കുമ്പോൾ അല്ലയോ ഭഗവാൻ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വസിച്ചു. അങ്ങനെ നിർമായം പ്രത്യക്ഷപ്പെട്ട് എനിക്ക് അഭയം തന്നു. അപ്പോൾ ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ മഹനീയമായ ഒരു നിമിഷമാണിത്. അതായത് തൻ്റെ ഹൃദയത്തിനുള്ളിൽ ശിവൻ വന്നിരിക്കുന്നു എന്നുള്ള ആ അറിവ് കിട്ടുക എന്നുള്ളത് അഭയത്തിലേക്ക് അയാളെ നയിക്കും, ഭയമില്ലായ്മയിലേക്ക് അയാളെ നയിക്കും. പക്ഷേ ഇവിടെ തൻ്റെ ഹൃദയത്തിൽ ശിവൻ വന്നിരുന്നിട്ടും ആ ശിവസാമീപ്യം മാണിക്യവാചകർ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. സാധാരണ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ശിവൻ ചില പ്രത്യേക നിമിഷങ്ങളിൽ കുടിപാർക്കും. ആ കുടിപാർക്കുന്ന വിവരം നാം അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദുരന്തം. അപ്പോൾ ശിവൻ എൻ്റെ ഹൃദയത്തിൽ വന്നിരുന്നിട്ടും ഞാൻ അഭയത്തിലല്ല ഭയത്തിലാണ് ജീവിക്കുന്നത് എന്ന ദയനീയമായ ഒരവസ്ഥയാണ് ഇവിടെ സംജാതമാകുന്നത്. കർമ്മം, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല? കർമ്മം വിട്ടൊഴിച്ചില്ല. കാരിരുമ്പുള്ളത്തോടെ സമാധാനായി നാഥ, നിന്നെ ഞാൻ സ്തുതിച്ചില്ല. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്നിരുന്നിട്ടും ഞാൻ കർമ്മത്തിൽ നിന്നും വിമുക്തി നേടിയില്ല. വീണ്ടും കർമ്മത്തിൻ്റെ ആസക്തിയിൽ മുഴുകി കഴിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഹൃദയം കാരിരുമ്പ് പോലെ കട്ടിയുള്ളതായി തീർന്നു. നിന്നെ ഞാൻ സ്തുതിച്ചില്ല, നിന്നെ ഞാൻ സ്തുതിക്കുകയും ചെയ്തില്ല, ആനന്ദിച്ചില്ല, നൃത്തം ചെയ്തില്ല, പതറിയില്ല, വാടിപ്പോയില്ല ജീവൻ, നന്ദിയും തോന്നിയില്ലല്ലോ. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ശിവൻ വന്നിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ഭാവഭേദങ്ങൾ പലതാണ്. അതായത് ശിവൻ ഹൃദയത്തിൽ വന്ന് ഇരിക്കുന്ന സമയത്ത് ആ ഭക്തൻ്റെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കും? വെണ്ണ പോലെ ഉരുകുന്നതായി തീരും. പിന്നെ ആനന്ദം കൊണ്ട് ആ ശിവാനന്ദ ലഹരിയിൽ അയാൾ ഭ്രാന്തനെ പോലെ ആറാടും, നൃത്തം ചെയ്യും. പിന്നെ ശരീരം വാടും, ചിലപ്പോൾ ജീവൻ തന്നെ ഇല്ലാതാകും. എനിക്ക് നന്ദിയും തോന്നിയില്ല, നിന്നോട്
നന്ദിയും തോന്നില്ല. ന്യായമോ നാഥ, ഇത് ശരിയാണോ? ഇതൊരിക്കലും ശരിയല്ലോ. ഞാൻ കല്ലൊത്തിരുന്നുവെന്നാൽ അയ്യോ, ഭയം വരുന്നന്മേൽ ഗതി എന്തായിത്തീരും. അപ്പോൾ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്നിരുന്നിട്ടും ഇങ്ങനെയുള്ള ഒരു ചലനവും എനിക്കുണ്ടായില്ലല്ലോ. എൻ്റെ ജീവിതത്തിൻ്റെ ഭാവി എന്തായിരിക്കും, ഗതി എന്തായിരിക്കുമെന്നോർത്ത് ഭയപ്പെടുകയാണ്. അപ്പോൾ ശിവസാക്ഷാത്കാരത്തിന് മുമ്പും തൻ്റെ ഹൃദയത്തിൽ ശിവൻ വന്നിരുന്നു. പക്ഷേ അന്ന് അത് തിരിച്ചറിയാനുള്ള കഴിവ് കവിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആനന്ദലഹരിയിൽ ആറാടിരിക്കുന്നതും അതേപോലെ തന്നെ നോക്കൂ, നൃത്തം ചെയ്തില്ല, പതറിയില്ല, ആനന്ദിച്ചില്ല, സ്തുതിച്ചില്ല, വാടിപ്പോയില്ല. ജീവൻ്റെ അവസ്ഥാവിശേഷം ഇതൊക്കെയായിരുന്നു. അതായത് എനിക്കൊരു മാറ്റവും സംഭവിച്ചില്ല. അപ്പോൾ ശിവൻ തൻ്റെ ഹൃദയത്തിൽ വന്നിരുന്ന് വാഴുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപാട് ഭാവഭേദങ്ങളുണ്ടാകും. ആ ഭാവഭേദങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അതിലേറ്റവും പ്രധാനം ആനന്ദസാഗരത്തിൽ ആറാടുക എന്നുള്ളതാണ്. അതായത് തൻ്റെ ഹൃദയത്തിൽ ശിവൻ വസിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ അങ്ങേറ്റത്തെ സന്തോഷവാനായിരിക്കും, ആനന്ദസാഗരത്തിൽ ആറാടുന്നവനായിരിക്കും. പിന്നെ ശിവനെ സ്തുതിച്ചുകൊണ്ട്, ശിവനെ കീർത്തിച്ചുകൊണ്ടായിരിക്കും അയാൾ ജീവിതം മുഴുവനും സഞ്ചരിക്കുക. പിന്നെ ശിവമാർഗത്തിലൂടെ, ശിവവഴിയിലൂടെയായിരിക്കും അയാൾ എപ്പോഴും ചരിച്ചുകൊണ്ടിരിക്കുക. ശിവനല്ലാതെ മറ്റൊരു ചിന്തയും അയാളുടെ മനസ്സിലുണ്ടാകില്ല. അയാൾ ശിവനുമായിട്ട് അലിഞ്ഞു ചേരുന്ന, ശാരീരികവും മാനസികവുമായി അലിഞ്ഞു ചേരുന്ന ഒരവസ്ഥ അയാളിൽ സംജാതമാകും. പക്ഷേ ഇതൊന്നും ആദ്യകാലത്ത് മാണിക്യവാചകർക്ക് അനുഭവപ്പെടുകയുണ്ടായില്ല. അതുകൊണ്ട് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ഭയം തോന്നുന്നു. ഈശ്വര, ജീവിത സാക്ഷാത്കാരം, ശിവസാക്ഷാത്കാരം എനിക്ക് കിട്ടില്ലേ എന്നുള്ള ഭയം അദ്ദേഹത്തെ അപ്പോഴും അലട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇവിടെ മാണിക്യവാചകരുടെ, അതായത് ഇവിടെ മാണിക്യവാചകർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഭക്തൻ എന്ന നിലയിലാണ് മാണിക്യവാചകർ ഇത് പറയുന്നത്. നമുക്ക് ആദ്യ ഭാഗത്ത് കാണാൻ കഴിഞ്ഞു, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികവും ശാരീരികവുമായ അവസ്ഥാവിശേഷങ്ങൾ നമ്മൾ പിന്നീട് കണ്ടതാണ്. അപ്പോൾ അതിനു മുമ്പ് ശിവൻ ഹൃദയത്തിൽ വന്നിരുന്നപ്പോൾ ഇങ്ങനെയുള്ള ആനന്ദാനുഭവങ്ങളൊന്നും അദ്ദേഹത്തിനുണ്ടായില്ല. ഇതാണ് മാണിക്യവാചകർ ഇവിടെ നമ്മളോട് പറയുന്നത്. കർമ്മിയായി കിടന്നോരെന്നുള്ളിൽ കടന്ന് നീയും നിർമായം പ്രത്യക്ഷപ്പെട്ട് അഭയം തന്നിട്ടും ഞാൻ കർമ്മം വിട്ടൊഴിച്ചില്ല. കാരിരുമ്പുള്ളത്തോടെ സമ്മതനായി നാഥ, നിന്നെ ഞാൻ സ്തുതിച്ചില്ല, ആനന്ദിച്ചില്ല, നൃത്തം ചെയ്തില്ല, പതറിയില്ല, വാടിപ്പോയില്ല, ജീവൻ നന്ദിയും തോന്നിയില്ലല്ലോ. ന്യായമോ നാഥ, ഞാൻ കല്ലൊത്ത് ഇരുന്നുവെന്നാൽ അയ്യോ, ഭയം വരുന്നൻ മേൽഗതി എന്തായിത്തീരും. എൻ്റെ മേൽഗതി ഓർത്തിട്ട് എനിക്ക് ഭയം തോന്നുന്നു എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. ഇതാ നോക്കൂ, ഇവിടെ ശ്രീരാമഗീതയിൽ ഒരു ഭാഗത്ത് ഈ കർമ്മത്തെയും അകർമ്മത്തെയും കുറിച്ചിട്ടും പ്രവൃത്തി നിവൃത്തി മാർഗങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. നമുക്കത് നോക്കാം. ആദ്യം സ്വവർണാശ്രമധർമ്മം എല്ലാം ചെയ്തിടണം, പിന്നെ അവയും ത്യജിക്കാം. തൽ സത്സാധന യോഗ്യത നേടി ആത്മലബ്ധിക്ക് തേടിയിടും ഗുരുപദേശം. ഇതാണ് സാധാരണ ഭാരതീയ ദർശനത്തിൽ ഒരു സാധകൻ ചെയ്യുന്ന സാധനയുടെ ഒരു സ്വാഭാവികമായ രൂപപരിണാമം. സാമൂഹികമായി ഓരോ കാലത്തും ചെയ്യണമെന്ന് വിധിക്കപ്പെട്ടുള്ള കർമ്മങ്ങളെല്ലാം എല്ലാവർക്കും ചെയ്യേണ്ടതായിട്ടുണ്ട്. അവയെല്ലാം യഥാവിധി ചെയ്തിട്ട് സാധനാനുഷ്ഠാനങ്ങൾ കൊണ്ട് മനസ്സിലെ വാസനകൾ ക്ഷയിക്കുമ്പോൾ അന്ധകരണ ശുദ്ധി വരും. അത് കഴിഞ്ഞ് ആത്മസാക്ഷാത്കാരത്തിനായി ഗുരുവിൻ്റെ ഉപദേശം തേടണം.
സനാതനധർമ്മം നിലനിൽക്കുന്നത് 2 മാർഗത്തിലൂടെയാണ്. ഒന്ന് പ്രവൃത്തി മാർഗം, രണ്ടാമത്തേത് നിവൃത്തി മാർഗം. വർണ്ണാശ്രമധർമ്മം യഥാവിധി അനുഷ്ഠിക്കുന്നത് ആദ്യത്തെ മാർഗം. വിവേകപൂർണമായ വൈരാഗ്യം വന്നു കഴിയുമ്പോൾ ശാസ്ത്രവിധി അനുസരിച്ച് വർണ്ണാശ്രമധർമ്മങ്ങൾ ത്യജിച്ച് നിവൃത്തനായിരുന്ന ജീവിക്കുക. ഇതാണ് രണ്ടാമത്തെ മാർഗം. ഇവിടെ പ്രവൃത്തി മാർഗത്തിലൂടെ നിവൃത്തിയിലെത്തുവാനുള്ള ഉപദേശങ്ങളാണ് നൽകപ്പെടുന്നത്. സ്വധർമാനുഷ്ഠാനത്തിൽ കൂടിയേ അന്ധക്കരണശുദ്ധി നേടാൻ കഴിയൂ. അന്ധക്കരണശുദ്ധി വന്നാലേ ആത്മസാക്ഷാത്കാരം നേടാൻ കഴിയൂ. നിവൃത്തി മാർഗത്തിലേക്ക് തിരിയുന്നതിന് മുൻപ് ഒരു ജിജ്ഞാസു സാധനാനുഷ്ഠാന സമ്പത്ത് നേടിയിരിക്കണം. അല്ലാതെ കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. നിത്യാനിത്യ വിവേകം, ഫലഭോഗ വിരാഗം, ശമം, ദമം, തിതിക്ഷ, ഉപരതി, ശ്രദ്ധ, സമാധാനം തുടങ്ങിയവ മോക്ഷേച്ഛ ഇവയെ സാധനാചതുഷ്ടയം എന്ന് പറയുന്നു. ഇവയെയാണ് സാധനാസമ്പത്തെന്ന് സൂചിപ്പിക്കുന്നത്. ബ്രഹ്മം സത്യം, ജഗത് മിഥ്യ എന്ന തിരിച്ചറിവ്, നിത്യാനിത്യ വിവേകം. അനിത്യപദാർത്ഥങ്ങൾ നിത്യമെന്ന് കരുതുന്നവർക്ക് സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇഹത്തിലും പരത്തിലുമുള്ള സുഖഭോഗങ്ങളുള്ള അനാസ്ഥയാണ് വിരാഗം അഥവാ വിരക്തി. മനോനിയന്ത്രണത്തെയാണ് ശമം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിക്കുന്നതാണ് ദമം. സർവ്വദുഃഖങ്ങളും സഹിക്കാനുള്ള കഴിവ് തിതിക്ഷ. ബാഹ്യവിഷയരതിയില്ലാത്ത സ്വസ്ഥമായ അവസ്ഥയാണ് ഉപരതി. ആചാര്യോപദേശത്തിലും ശാസ്ത്രത്തിലും ഈശ്വരനിലുമുള്ള വിശ്വാസശക്തികളാണ് ശ്രദ്ധ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്താൻ കഴിയും വിധം ശാന്തമായിരിക്കുന്ന അവസ്ഥയാണ് സമാധാനം. അനിത്യവും അസുഖകരവുമായ സംസാരചക്രത്തിൽ നിന്ന് മോചനം നേടാനുള്ള നിശ്ചയാത്മകമായ ആഗ്രഹമാണ് മുമുക്ഷുത്വം അഥവാ മോക്ഷേച്ഛ. ഈ സാധനാസമ്പത്ത് നേടിയാലേ ആത്മസാക്ഷാത്കാരം നേടാൻ കഴിയൂ. ഇതാണ് ഭാരതീയ ദർശനങ്ങൾ നമ്മളോട് പറയുന്നത്. എല്ലാ മഹാ അവതാരങ്ങളും, ശ്രീരാമൻ ഉൾപ്പെടെയുള്ള എല്ലാ അവതാരങ്ങളും നൽകുന്ന സന്ദേശവും ഇതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ആത്മീയ വഴിയിലൂടെയാണ് സാധാരണ ഒരു സാധകൻ നടന്ന് അവസാനം ആത്മസാക്ഷാത്കാരം നേടേണ്ടത്. അതിനു മുമ്പ് ഉള്ള ആ വിഹുലമായ മനസ്സിൻ്റെ അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ചാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. നിന്നെ ഞാൻ സ്തുതിച്ചില്ല, ആനന്ദിച്ചില്ല, നൃത്തം ചെയ്തില്ല, വാടിപ്പോയില്ല ജീവൻ, നന്ദിയും തോന്നിയില്ല. അപ്പോൾ ശിവ സാമീപ്യമുണ്ടായിട്ടും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും സാധകന് ആദ്യകാലത്തുണ്ടാകാറില്ല. പക്ഷേ പിന്നീട് അയാൾ ആത്മീയതയുടെ നേരത്തെ പറഞ്ഞ പല ചവിട്ടുപടികളും കയറി കഴിയുമ്പോൾ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിയിലേക്ക് ആ സാധകൻ എത്തിച്ചേരും. ഇതാണ് മോക്ഷം. ഇതാണ് ഒരു സാധനയുടെ മഹത്തായ ആത്യന്തിക ഫലം. അങ്ങനെ നിവൃത്തിയിലേക്ക് എത്തിച്ചേരുന്ന മർത്യാത്മാവിൻ്റെ ഒരു വലിയ യാത്രയുടെ വിഭിന്ന തലങ്ങളെ മാണിക്യവാചകർ ഈ പാടലുകളിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സാധകൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു അസിധാര യാത്രയാണ്, വാൾത്തലപ്പിലൂടെയുള്ള യാത്രയാണ്. അത് അത്ര നിസ്സാരമായ കാര്യമല്ല. കഠിനമായ സാധനകളിലൂടെ മുന്നേറി പലപ്പോഴും വീഴ്ചയും താഴ്ചയും ഉയർച്ചയൊക്കെ മാറി മാറി സംഭവിക്കാം. അങ്ങനെ പല വീഴ്ചയും താഴ്ചയും ഉയർച്ചയും എല്ലാം മാറി മാറി സംഭവിച്ച് അവസാനം പ്രവൃത്തി മാർഗത്തിൽ നിന്ന് നിവൃത്തി മാർഗത്തിലേക്ക് ഒരു സാധകൻ എത്തിച്ചേരുന്ന കാഴ്ചയാണ്
മാണിക്യവാചകരുടെ തിരുവാചകത്തിൽ കാണുന്നത്. അതായത് ശിവദർശനമുണ്ടാകുന്നതോടുകൂടി ശിവനുമായി ഒന്നായി അലിഞ്ഞു ചേരുന്ന ആ മാനസിക അവസ്ഥ ഉണ്ടാകുന്നതോടുകൂടി അയാൾ ശിവാനന്ദ ലഹരിയിൽ മുഴുകിയിരിക്കും. ഇതാണ് അയാളുടെ മാനസികാവസ്ഥ. എപ്പോഴും ശിവാനന്ദ ലഹരിയായിരിക്കും. ആ ആനന്ദലഹരി പകരുന്ന കൃതിയാണ് മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകം. ആ തിരുവാചകത്തിൻ്റെ ആനന്ദലഹരിയെ നമുക്ക് നൃത്തം ചെയ്ത് ഈ നിവൃത്തി സുഖം എന്താണ് എന്ന് അനുഭവിക്കാം. ഓം ശിവായ നമഃ.